ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം ജൂലൈ 2026 നടക്കുന്നത് ഓഗസ്റ്റ് 2 നമുക്കറിയാം. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളെല്ലാവരും. നമുക്കറിയാം കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മളുടെ സെറ്റ് എക്സാമിന്. നമുക്ക് ഏകദേശം ഒരു 10-12 ക്വസ്റ്റൻസ് വരെ കറണ്ട് അഫെയർ സെക്ഷനിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന സിലബസ് ബേസിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ള മാർക്കുകൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. നമുക്കറിയാം മൊഡ്യൂൾ 1 അകത്ത് പുതിയ പുതിയ ടെക്നോളജി, ഇൻവെൻഷൻസ്, ഇന്നോവേഷൻ, ഡിസ്കവറീസ്. മൊഡ്യൂൾ 2 അകത്ത് എൻവയോൺമെന്റൽ ഇഷ്യൂസ്, മൂവ്മെന്റ്സ്, ട്രീറ്റീസ് ആൻഡ് ലെജിസ്ലേഷൻ, അത് നാഷണൽ ലെവലിലുള്ളതും ഇന്റർനാഷണൽ ലെവലുള്ളതും. ദെൻ മൊഡ്യൂൾ 3 UN, ദെൻ അതുകൊണ്ട് ഗ്ലോബൽ അഫയേഴ്സ്. മൊഡ്യൂൾ 4 അകത്ത് വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്, റിസർച്ച്, ദെൻ സ്കോളർഷിപ്പ്, പുതിയ ഇനിഷ്യേറ്റീവ്സ്, അത് നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും വരുന്നത്. മൊഡ്യൂൾ 5 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് റീസൺ ലെജിസ്ലേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ദെൻ മൊഡ്യൂൾ 6 അകത്ത് ഇവന്റ്സ്, പേഴ്സൺസ്, അവാർഡ്സ്. മൊഡ്യൂൾ 7 അകത്ത് സ്പോർട്സ് ആൻഡ് ഗെയിംസ്. മൊഡ്യൂൾ 8 അകത്ത് കൾച്ചർ, ഫിലിംസ്, ലിറ്ററേച്ചർ, മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സ്. അപ്പോൾ ഈ ഒരു ഏരിയയിലെല്ലാം വരുന്ന അപ്ഡേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറണ്ട് അഫെയറിൽ നിന്നുള്ള മാർക്ക് ഈ 12ൽ 10 മാർക്കെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. നമുക്കത് പോകത്തില്ല. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് കറണ്ട് അഫെയർ നോക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ കറണ്ട് അഫെയറിന് മാത്രമായിട്ട് സെക്ഷൻ ഉണ്ട്. അത് നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ ഈ പറയുന്ന 6 മാസത്തെ കറണ്ട് അഫെയർ, ദെൻ അതുപോലെ തന്നെ എക്സ്ട്രാ നമ്മൾ കാണേണ്ട ഏരിയാസ്, അതെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ക്ലാസ്സുകൾ ലൈവാണ്. ആ ഒരു ലൈവ് സെക്ഷന് ശേഷം അതിൻ്റെ റെക്കോർഡ് പ്ലസ് PPT അവൈലബിൾ ആണ്. ദെൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും ഇതിൻ്റെ റിവിഷൻ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ട് ആർക്കെങ്കിലും ഇതിൻ്റെ ഇൻഫർമേഷൻസ് അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസും ടൈം ടേബിളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ റെഗുലർ ബാച്ചുകൾ അവസാനിച്ചു. അവരുടെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ദെൻ ക്രാഷ് ബാച്ച് നമുക്ക് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ക്രാഷ് ബാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈവ് സെഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്കിനി സൈക്കോളജി, ദെൻ അതുപോലെ തന്നെ നമ്മളുടെ കറണ്ട് അഫെയറും മാത്രമേ ഉള്ളൂ ഇനി അതിന് അവസാനിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ സെക്ഷൻസും നമുക്കറിയാം. നമ്മളുടെ BEdൻ്റെ സിലബസ് എന്ന് പറയുന്നതാണ് 60 മാർക്ക് നമുക്ക് ചോദിക്കുന്നത്. ദെൻ അത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഏരിയയേ ഉള്ളൂ അത്. അപ്പം കറക്റ്റ് നമ്മൾ നോക്കി പഠിക്കുക, അത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും അത് കളയാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ദെൻ നമ്മളുടെ കറണ്ട് അഫെയർ ഒക്കെ ആണെങ്കിൽ പോലും നമുക്കതിൽ നിന്നും അധികമായിട്ട് മാർക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്പം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കേണ്ട ഏരിയകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എക്സാം സെറ്റ് എന്ന് പറയുന്നത് വലിയൊരു ടഫായിട്ടുള്ളൊരു എക്സാം അല്ല. കാരണം നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല. ജയിക്കാൻ വളരെ എളുപ്പമുള്ളൊരു എക്സാം തന്നെയാണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ നോക്കുക. ഇതിന് നിങ്ങൾക്ക് നമുക്കറിയാം ഇനി ഈ കോഴ്സ് മുഴുവനായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. കാരണം ഇതിനുള്ള ടൈം വളരെ കുറവാണ്. പക്ഷേ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് നമുക്കറിയാം പ്രോഗ്രാംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നോക്കി കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര ക്വസ്റ്റൻസ് ആ ഒരു ചെറിയ ഏരിയയും ചോദിച്ചെന്നൊക്കെ നോക്കി എത്രയോ ക്വസ്റ്റൻസ് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ഒരു ചെറിയ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു മിനിമം ഒരു 6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രമായിട്ട് നമുക്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇനി നമുക്ക് അവസരമുണ്ട്. ഇനി നമുക്ക് ലൈവ് അല്ല, കാരണം ലൈവ് കഴിഞ്ഞു. ലൈവിൻ്റെ റെക്കോർഡ് പ്ലസ് PPT അവൈലബിൾ ആണ്. ഇനി നമുക്ക് ലൈവ് നടക്കാനുള്ളത് സൈക്കോളജിയും കറണ്ട് അഫെയറും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ലൈവ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലൈവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പറ്റുന്ന ഒരു സമയത്താണ്. നമുക്ക് ഒരുമിച്ച് നമ്മളങ്ങ് പഠിച്ചു പോകണം. അവിടെ തന്നെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു കാര്യം നമ്മൾ പഠിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പോകാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അടുത്തൊരു ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സീറ്റ് ലിമിറ്റഡ് ആണ്. കാരണം നമ്മളുടെ ആപ്പിന് ലിമിറ്റേഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ജോയിൻ ആവുക. നമുക്ക് കൃത്യമായിട്ട് ആപ്പ് ത്രൂ ഓരോ ദിവസവും ക്ലാസ്സുകൾ ഇട്ട് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഓരോ സെക്ഷനും കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ ലൈവ് സെഷൻസ് ഉണ്ടാവും. അതിന് അവസാനം നമുക്ക് റിവിഷൻ ലൈവ് സെക്ഷൻ ഉണ്ട്. കൃത്യമായിട്ട് പഠിച്ചു പോകാം. കൃത്യമായിട്ട് ഒരു രീതിയിലും അതിനകത്ത് നമ്മളൊരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്ത് 100% എഫേർട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയുടെ ഒരു ചെറിയൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് നമ്മളതിന് ഫീസായിട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ നമുക്ക് പഠിക്കാണ്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ കൊമേഴ്സുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾ സെറ്റ് എഴുതി മടുത്തിരിക്കുകയാണ്, ഇനി എഴുതുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയുടെ ഈ ഒരു കോഴ്സ്, ഈ അടുത്ത ബാച്ചിലെ കോഴ്സ്, ഇനി നമുക്ക് കൊമേഴ്സൊക്കെ പൂർണ്ണമായിട്ട് പഠിക്കാനുള്ള ടൈം ഉണ്ടാവത്തില്ല എങ്കിലും അടുത്തൊരു ബാച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ശ്രമിച്ചു, എന്നിട്ട് ഈ പഠിപ്പിച്ചതിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റൻസ് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് പറ്റിയിട്ടില്ലായിരിക്കും, നമ്മൾ മേടിച്ച ഫീസ് തിരിച്ചു തരും. അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും നമ്മൾ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈ എക്സാമിന് ആ
അടുത്ത എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് പോലും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീസ് നമ്മൾ തിരിച്ചു തരും. കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാണ്. നമ്മൾ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈംസ് അക്കാഡമിയിൽ നമ്മൾ ക്ലാസ്സുകളായിട്ട് കണ്ടുപോയത്, ലൈവായിട്ട് കണ്ടുപോയത് അത് തന്നെയാണ് ഒരു 100% ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടും ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫീസ് നമ്മൾ തിരിച്ച് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയും ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഇൻഫർമേഷന് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ചെറിയ ഫീസിൽ ഏറ്റവും മികച്ചൊരു കോച്ചിങ്. അതാണ് ശരിക്കും ഹൈംസ് അക്കാഡമി എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ആ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഒരുപാട് റിവ്യൂ നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും കിടപ്പുണ്ട്. നിങ്ങൾക്ക് നോക്കാം നമ്മളുടെ എത്രമാത്രം എഫേർട്ട് നമ്മൾ ക്ലാസ്സുകൾക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും കൂടുതൽ ഇൻഫർമേഷന് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.